നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ വാങ്ങിപ്പറേ ചൊല്ലിയിരിക്കാർ நம்ம പ്രത്യേക ക്ഷണിച്ച് വേദിയിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞാനും ശിവദാസും പണിപ്പെടുത്തുന്നതാണ്. ശരിയില്ല എല്ലാവരും കൂടി സുബ്രഹ്മണ്യൻ സ്വന്തം സുന്ദരനാണ്. നല്ല കയ്യൊരുകൂടെ മുന്നിട്ട് വരും. ശങ്കരങ്ങര ഭഗവതിയുടെ ദാസനായി വളരെ കാലം ശങ്കരങ്ങര അമ്മയുടെ കൂടെ വളർന്നു വന്ന ഒരാനയാണ് ശങ്കരങ്ങര മണികണ്ഠൻ. മണികണ്ഠൻ ഇന്ന് ചെരിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം തികയാണ്. കഴിഞ്ഞ ജൂലൈ 10-നാണ്, 2020 ജൂലൈ 10-നാണ് മണികണ്ഠൻ നമ്മൾ വിട്ടുപിരിഞ്ഞത്. അതിനുശേഷം മണികണ്ഠൻ്റെ ഓർമ്മയ്ക്കായിട്ട് ശങ്കരങ്ങര ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുകയാണ്, എത്രയും വേഗം മണികണ്ഠൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കണം. കാരണം മണികണ്ഠൻ്റെ അങ്ങനത്തെ ഒരു ഓർമ്മയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണികണ്ഠനും ഈ ദേവസ്വം തമ്മിലത്. ഒരു 3 വയസ്സുള്ളപ്പോൾ നിലമ്പൂർ കോവിലകത്ത് നിന്ന് ശ്രീ കെ കരുണാകരൻ അന്ന് എൻ്റെ താല്പര്യപ്രകാരം മുഖ്യമന്ത്രി താല്പര്യം അത് നിലമ്പൂർ കോവിലകത്ത് നിന്നാണ് ആനയെ ശങ്കരങ്ങര ഭഗവതിക്ക് നടയെത്തിയത്. അതിനുശേഷം കഴിഞ്ഞ 58 വർഷക്കാലം ഈ ഭഗവതിയെ സേവിക്കുക എന്ന ദൗത്യമായിട്ടാണ് മണികണ്ഠൻ മുന്നോട്ട് പോയത്. തൃശ്ശൂർ പൂരത്തിലായാലും നെന്മാറ, വെല്ലങ്കി, ഇരിഞ്ഞാലക്കുട, പ്രധാനപ്പെട്ട എല്ലാ പൂരങ്ങൾക്കും, ആറാട്ടുപുഴ, തൃശ്ശൂരിലെ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ പോലും കൊലകൊടുക്കാനായിട്ട് ആനയ്ക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂർക്കാരുടെ കണ്ണിലുണ്ണിയായ ആനയാണ് മണികണ്ഠൻ. ആ മണികണ്ഠൻ്റെ പ്രതിമ തൃശ്ശൂരിലെ ഒരു ഹിസ്റ്ററി മാതിരി തന്നെ ആദ്യമായി തന്നെ ഇവിടെ സ്ഥാപിക്കാൻ സാധിക്കുകയും അത് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ അല്ലെങ്കിൽ പത്മനാഭൻ്റെ പ്രതിമ ഉള്ളതുപോലെ തൃശ്ശൂരിൻ്റെ നഗരമധ്യത്തിൽ ഇത്തരമൊരു പ്രതിമ സ്ഥാപിക്കുന്ന ആദ്യമാണ്. അത് മണികണ്ഠനിലൂടെ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്ത് തന്നെയായാലും എല്ലാവരും ഇഷ്ടപ്പെടുകയും എല്ലാവരും ആരാധിക്കുകയും എല്ലാവരും സ്നേഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും ശാന്ത സ്വഭാവമുള്ള ഒരു നാട്ടാനയാണ്. ഇത് നിലമ്പൂർ കോവിലത്ത് നിന്ന് കൊണ്ടുവന്ന നാട്ടാനയാണ്. അതിൻ്റെ പ്രത്യേകത അതൊക്കെയാണ്. വളരെ അനുസരണയും വളരെ സ്നേഹവും നമ്മളോട് കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് വിളിച്ചാൽ നമ്മളോട് അത് ഇണക്കം മൂളുന്ന ഒരു ആനയാണ് മണികണ്ഠൻ എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ആ മണികണ്ഠനെ ഓർക്കാനായിട്ട് ഇനി വരും തലമുറയ്ക്ക് ഒരു ചിത്രം കാണുന്നതിലുപരി അതിൻ്റെ പ്രതിമ കണ്ട് അതിനെ വണങ്ങാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അത് ഭഗവതിയുടെ വലതുവശത്ത് തന്നെ അത് മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മനോഹരമാണ്. ഇതിന് കമ്മിറ്റിക്കാരൊക്കെ എടുത്ത താല്പര്യം ഇനിയിപ്പോൾ ആനകൾ എന്ന് പറഞ്ഞാൽ പൂരത്തിൻ്റെയും തൃശ്ശൂർക്കാരുടെയും അഭിമാനമാണ്. ആ അഭിമാനത്തിൻ്റെ ഒരു സ്തംഭമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്.